ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാരിന്റെ പ്രതിസന്ധി തുടരുകയാണ്. 3 സ്വതന്ത്ര എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ബി.ജെ.പിയെ പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി സർക്കാരിനെ താഴെയിറക്കാൻ ആഹ്വാനം ചെയ്തു. സർക്കാർ രൂപീകരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഭൂപിന്ദർ സിംഗ് ഹൂഡ മുൻകൈയെടുക്കണമെന്ന് ജെ.ജെ.പി. അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ആവശ്യപ്പെട്ടു. ആർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നു ടെലിഫോൺ ലൈനിൽ. ആർക്കെ, എന്താണ് ഹരിയാനയിലെ നിലവിലെ അവസ്ഥ? കൂടുതൽ ആൾക്കാർ പിന്തുണ പിൻവലിക്കും സർക്കാരിന് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് സർക്കാരിന്റെ അവകാശവാദം? 90 അംഗ നിയമസഭയാണ് ഹരിയാനയിലുള്ളത്. ബി.ജെ.പിക്ക് 42 പേരുടെ പിന്തുണ മാത്രമേ ഈ സ്വതന്ത്ര പിന്തുണ പിൻവലിച്ചതോടുകൂടി ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മറുഭാഗത്ത് എണ്ണം കൊണ്ട് നോക്കുമ്പോൾ സർക്കാരിനേക്കാൾ കൂടുതൽ എം.എൽ.എമാർ ഉള്ള ഒരു സാഹചര്യം നിൽക്കുന്നു. ഇത് ബി.ജെ.പി. ദേശീയ നേതൃത്വം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 42 എം.എൽ.എമാർ ഉണ്ടെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെട്ടിരിക്കുന്നത് 47 അംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ജെ.ജെ.പിയുടെ പിന്തുണയാണ് ഇവിടെ നിർണായകമായിട്ട് ഉള്ളത്. ജെ.ജെ.പി അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായിട്ട് തന്നെ ഹരിയാനയിൽ ഒരു ഞാണിന്മേൽ കളിയാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തി വന്നിരുന്നത്. 3 എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ചതോടുകൂടി അത് കൂടുതൽ പാരമ്യത്തിലെത്തിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇന്ന് നിർണായകമായിരിക്കും സർക്കാരിന്റെ ഭാവി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം. മാസങ്ങൾ മാത്രമാണ് ഹരിയാനയിൽ ഇനി നിയമസഭയ്ക്ക് കാലാവധി ഉള്ളത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ ജെ.ജെ.പി. അടക്കമുള്ളവരുമായിട്ട് കോൺഗ്രസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.